അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈവനിങ് പോത്ത് വിടലാണ്. അപ്പോൾ നമ്മളിതാ പോത്തിനെ നോക്കി നേരത്തെ എത്തിയിട്ടുണ്ട്. സമയം 4 മണി 4:30 ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഫുൾ വെള്ളവും ചളിയാണ്. നമ്മുടെ പോത്ത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വെള്ളത്തിൽ കിടക്കുന്നില്ല, ഇതിന് നേരത്തെ കുഴി ശക്തിയാണ്. കണ്ട കുഴിയിൽ തന്നെ നല്ല പുല്ലുകളാണ് സൈഡിൽ തന്നെ. ഇത് ഫുൾ വെള്ളമാണ്. വേണ്ട ചെറിയ ചെറിയ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. നോക്ക് അവൻ്റെ കോലം, അതിനുള്ള പാസാറൊക്കെ അവൻ്റെ കൊമ്പിലും. ഇവരെ ഒന്ന് കുളിപ്പിക്കൽ നമുക്ക് പണിയാണ്. ഇവിടെ ഫുൾ പാസാറായിരിക്കുക. അവൻ നോക്ക് മുങ്ങി കിടക്കുന്നത്. ഇവർക്ക് ചളി, വെള്ളം, മഴ ഇതൊക്കെ ഇവർക്ക് പറ്റുള്ളൂ. ഫുള്ളും വെള്ളത്തിൽ തന്നെയാണ്. പിന്നത്തെ മേല് ഫുള്ള് ഈ സൈഡായിരിക്കും. ആ സൈഡ് വെള്ളമൊന്നുമില്ല, അവിടെ നിറയെ മേയാനുണ്ട്. കുറച്ച് ചളിയിലിറങ്ങണ്ട, കാലിൽ കത്തി പോകും. അപ്പോൾ കണ്ടവിടുത്തെ പുല്ല് നോക്കി ഗൈസ്, നല്ല രസമില്ലേ കാണാൻ. അവിടെയും ചെറിയ രീതിയിൽ വെള്ളമുണ്ട്. എനിക്ക് അവിടെ നിന്ന് നോക്കിയപ്പോൾ വെള്ളമില്ലാത്തതല്ല, പക്ഷെ നിറയെ മേയാനുണ്ട്. ഇടവ നന്നായി മേയുന്നുണ്ട്. അവർ രണ്ടാളും ഉണ്ട് വെള്ളത്തിലും കിടക്കുന്നു. അപ്പോൾ പോത്ത് നമ്മുടെ നേരിട്ടൊന്നും ഇങ്ങനെ കുത്തണ പോലെ വന്നപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. ഇനി കുത്തു കൂടുമ്പോൾ അവനെ പോയിട്ട് അടുത്താളും കയറി വരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഗുണ്ടൻ. നോക്കാം അവനെ മെയിൻ അവനെ കുത്തുന്നത്. ഇതിൻ്റെ കയറിലൊക്കെ ഫുള്ളും ആ ചളി ചണ്ടായിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ടിലൊരു വീട്ടിൽ റെസ്റ്റിങ്ങിലാണ്. അവിടെ ഫുൾ ചളിയും വെള്ളമാണ്. അപ്പോൾ മിക്കൂസിനെ കൊണ്ടുപോയി അവൻ ഫുള്ളും ചളിയിലും വെള്ളത്തിലും കളിക്കും. മുങ്ങിക്കുളിക്കണം ഗൈസ്, മുങ്ങിക്കുളിക്കുകയാണ് പോത്തുക്കുട്ടന്മാർ. 3 ആളും വെള്ളത്തിൽ അതാ നീരാടുന്നുണ്ട്. അവർ വെള്ളത്തിലേക്ക് കുളിച്ച് മീനിട്ടൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വരവ് വീട്ടിലേക്ക്. അവിടെ നല്ലൊരു വെയിലുണ്ട്, മഴേൻ്റെ ഒരു വെയിലായിരുന്നു. പണ്ടൊക്കെ കുളത്തിലും തോട്ടിലൊക്കെ നമ്മൾ കുളിക്കില്ലേ, അതുപോലെ ഇവർ 3 ആളും കൂടെ കുളിക്കുകയാണ് ഗൈസ്, ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലുള്ള കുളിയും അതുപോലെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞതാ വീണ്ടും അവർ വീട്ടിലേക്ക് നടന്നിട്ടുണ്ട്. ഓട്ടമാണ്, അവർ വെള്ളത്തിൽ കിടന്നെണിച്ച് വന്ന് ഒരുമാതിരി പ്രാന്തെടുത്ത പോലെ ഒരൊറ്റ ഓട്ടമാണ്. ആ ഫ്രണ്ടിലോടുന്നവൻ ആദ്യം ഓടും, അവൻ്റെ പുറകെ ഇവർ 2 ആളും. പിന്നെ ആടുകളെ ഓടിക്കലാണ്. ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് മൂക്കയറിടണം. ഇവർക്കിപ്പോൾ ഇത്തിരി ഓട്ടം ഭയങ്കര കൂടുതലാണ്. ഈ ആടിന് ഈ പാറ ഫുള്ള് ഓടിച്ചിട്ടിട്ടുണ്ട്. ഇവൻ ആ വെള്ളത്തിൽ കിടന്ന് എണീറ്റതിന് ശേഷം ഫുൾ ഓട്ടമാണ്. ഇവർ കണ്ട അവനെ നോക്കി നോക്കി അവൻ്റെ പുറകിലോടും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് അവരിനെ എങ്ങോട്ട് ആട്ടി വിടുകയാണ്. കാരണം എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും താഴത്തേക്കോ പാടത്തേക്കോ ഇതുപോലെ ഓടുകയാണെങ്കിൽ നമുക്ക് അവരെ പിടിക്കാനും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പുറകിൽ പോയിട്ട് ഇവരെ പിടിക്കാതിരിക്കുക. അവർ ഓടി മതിയാകുമ്പോൾ നിൽക്കും. നമ്മളിതിൻ്റെ പുറകെ ഓടാൻ നിന്നാൽ നമ്മുടെ കൈ കാലൊക്കെ ഒടിഞ്ഞ് കിടക്കേണ്ടി വരും. അത്ര സ്പീഡിലാണ് അവൻ ഓടുന്നത് തന്നെ. അവനവിടുന്ന് ഈ ആടുകളെ കണ്ടിട്ട് അതിനെ ഓടിക്കാൻ വേണ്ടി ഓടുക. അല്ല അവൻ്റെ പുറകെ ഇവരും ഓടണത്. അവനെന്താണോ ചെയ്യണത് അത് തന്നെ ഇവരും ചെയ്യുന്നത്. ആ ആട് പേടിച്ചിട്ടുണ്ട്. അവൻ ആ കൊറ്റൻ്റെ പുറകിൽ ഫുൾ ഓട്ടമായിരുന്നു. ഇനി കൊറ്റൻ ജീവനുണ്ടെങ്കിൽ അവനെ കണ്ട പറക്കും. പിന്നെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞതാണ്. നമ്മൾ വിടാറുള്ള ഇപ്പുറത്തെ സൈഡ് കളത്തിൻ്റെ അവിടെ വന്ന് എന്താ ആ 2 ആൾ അപ്പുറത്തുകൂടെ വരുന്നുണ്ട്. അതാണ് അവൻ എന്തിയെ നോക്കി നടക്കണത്. അയ്യോ, ഒന്ന് ഭയങ്കര ഓട്ടമാണ് ശരിക്കും. ഇവരോടി നമ്മൾ നോക്കി നിന്നു. ആ പാറ മൊത്തം ഇവർ ഓടി കറങ്ങി നമ്മൾ വീട്ടിൽ പോയി വെള്ളം കൊടുത്തിട്ടാണ് വന്നത്. ഇവർ അത്രയിട്ട് ഓട്ടിച്ചിട്ടുണ്ട്. പ്രശ്നം കെട്ടാൻ കഴിയില്ല, പറയാനും കേൾക്കില്ല, വിളിച്ചാലും വരില്ല. അവർ 2 ആളിനെ കൂടെ വഷളാക്കണമല്ല. നമ്മൾ പറയില്ല ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു വില്ലൻ ഉണ്ടാവും, അതുപോലെയാണ് ഈ 3 ആളുടെ ഇടയിൽ വില്ലനാണ് അവൻ. ഇവൻ എന്ത് തമ്മാടിത്തരം ചെയ്യണം അതുപോലെ ചെയ്യും. ഇവർക്ക് വെള്ളത്തിലൊക്കെ കിടന്ന് ഒരു നല്ലൊരു ഓട്ടം കഴിഞ്ഞ് അടുത്ത മേല് ആദ്യം പോയി ചിരിച്ച് ചേർക്കും. ഇത് മേയട്ടെ, ഇനി നമുക്ക് മേഞ്ഞ് ഇതിന് വീട്ടിൽ കൊണ്ടുപോയി ആട്ടി കെട്ടി. ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇന്ന് ഇവർ ഒരുപാട് ഓട്ടിച്ച് ഇന്ന് വെള്ളത്തിലേക്ക് കളിച്ചു. ശരിക്കും അഡ്വഞ്ചറായിട്ടുള്ളൊരു പോത്ത് മേക്കലാണ്. നമ്മൾ ഇതുവരെ പോത്ത് വെച്ചിട്ടുള്ളതിൽ ഒരു അഡ്വഞ്ചറാണ് ശരിക്കും. ഇതിൻ്റെ ഓട്ടവും ചാട്ടവും വെള്ളത്തിലുള്ള കളിയും വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്തായാലും നമ്മുടെ വീഡിയോ ഫുള്ളായി കണ്ടു നോക്കണം കേട്ടോ. കാരണം ഇവർ ശരിക്കും പോത്ത് വളർത്തുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും നമ്മുടെ പോത്തുമേക്കൽ ഇനി അടുത്ത ദിവസം എങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.